ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭയത്താൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ചൈനയുടെ സഹായത്തോടെ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിന് സമീപത്ത് ഒരു എയർബേസ് നിർമ്മിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്ന് ചില വാർത്തകൾ വന്നിരുന്നു. അതിനു പുറമെ അമേരിക്കൻ നേവിക്ക് ഒരു ബേസ് നൽകുന്നതിനെക്കുറിച്ചും ബംഗ്ലാദേശിന് ആലോചനയുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശ് അവരുടെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനായിട്ട് പൊതു ശത്രുവായിട്ട് ഇപ്പോൾ ഇന്ത്യയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനിയിപ്പോൾ അവർ എയർബേസ് കൊടുത്താലോ നേവി ബേസ് കൊടുത്താലോ ആരും ചോദിക്കാനില്ല. ചൈനയ്ക്ക് കൊടുത്താലും ചോദിക്കാനില്ല, പാകിസ്ഥാന് കൊടുത്താലും ചോദിക്കാനില്ല. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇതിന് പുറമെ ബംഗ്ലാദേശ് ഒരു രണ്ടാമത്തെ ശത്രുവിനെ കൂടി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇസ്രായേലാണ്. ബംഗ്ലാദേശിന്റെ പാസ്പോർട്ടിൽ വീണ്ടും അവർ ഒരു വാചകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ പാസ്പോർട്ട് ഇസ്രായേൽ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും പ്രവേശനം നൽകുന്നതാണ് എന്ന രീതിയിലാണ് ആ ഒരു പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഒഴികെ എന്നൊരു കാര്യം കൂടി, ഇസ്രായേലിലേക്ക് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് പ്രവേശിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബംഗ്ലാദേശ് തന്നെ ഇനിയിപ്പോൾ ഇസ്രായേലിലേക്കോ ഈ പാസ്പോർട്ടും കൊണ്ട് പോയാൽ ഒരിക്കലും അവർ പ്രവേശിപ്പിക്കില്ല. ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഏറെക്കുറെ അവശേഷിച്ചിരുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സഞ്ചരിക്കാനുള്ള സാധ്യതയും ഇല്ലാതായിരിക്കുകയാണ്. വിസ നൽകുന്നില്ല നേരത്തെ തന്നെ. ഇപ്പോൾ ഇങ്ങനെ കൂടി, അതായത് ഇസ്രായേലിൽ പ്രവേശനം നിഷേധിച്ചതിലൂടെ എല്ലാ തരത്തിലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വളരെ വഷളാക്കിയിരിക്കുകയാണ് യൂനിസ് സർക്കാർ. അപ്പോൾ ഇസ്രായേലിനെ ഇപ്പോൾ ഇന്ത്യക്ക് പുറകെ തന്നെ അടുത്ത അവരുടെ ശത്രുസ്ഥാനത്ത് അവർ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു അജണ്ട നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനു പുറമെ യു കെയിലുള്ള ഒരു MP ഷേഖ് ഹസീനയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് ബംഗ്ലാദേശ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടക്കാല സർക്കാർ അവരുടെ ഉദ്ദേശം എന്താണെന്ന് പല രൂപത്തിൽ വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും അടുക്കുക. ഇന്ത്യ നേരത്തെ ഒരു ടു ഫ്രണ്ട് യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ ഇന്ത്യക്ക് 3 രാജ്യങ്ങളോടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതായിട്ട് വരും. അത് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ കോൺസെൻട്രേഷൻ പാകിസ്ഥാൻ ചൈന ബോർഡറുകൾക്കൊപ്പം ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടി അത് മാറും. ഇത് പാകിസ്ഥാന്റെ ആഗ്രഹമാണ്. ചൈന ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെയും ഈ തീവ്രമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയെ തടയാനായിട്ടുള്ള ഒരു പുതിയ ആയുധമായിട്ട് കൂടി ഇന്ത്യയുടെ ശത്രുക്കൾ ബംഗ്ലാദേശിനെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിന് സ്വയം അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യക്കാരെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻസും ബംഗ്ലാദേശികളും തമ്മിൽ ഒരു തരത്തിലുമുള്ള ഒരു അടുപ്പം നമുക്ക് കാണാൻ കഴിയില്ല. പണ്ടൊക്കെ നിങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് ഇപ്പോൾ അഥവാ ഫൈനലിൽ വരികയാണെങ്കിൽ ഫൈനലിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ ഏത് രാജ്യമായിക്കോട്ടെ ഇന്ത്യക്കാർ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മുടെ ഒരു അയൽ രാജ്യം എന്നതിലുപരിയായിട്ട് നമ്മുടെ ഒരു സഹോദര രാജ്യമായിട്ട് നമ്മൾ ബംഗ്ലാദേശിനെ കാണുമായിരുന്നു. ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇപ്പോഴും ഇന്ത്യൻസ് അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു കാലത്ത് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അത് മാറി മാറി വരുന്നതും കണ്ടിട്ടുണ്ട് ഞാൻ. കാരണം ബംഗ്ലാദേശികളും ഇന്ത്യക്കാരും തമ്മിൽ ക്രിക്കറ്റിന്റെ പേരിൽ തന്നെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആളുകൾക്കിടയിൽ അകലം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ആ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനിൽ കാര്യമായ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു എന്നുള്ളത്. സോഷ്യൽ മീഡിയയ്ക്കും അതിലൊരു വലിയ പങ്കുണ്ട്. ബംഗ്ലാദേശിലുള്ള തീവ്ര ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഈ ഒരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും ആളിക്കത്തിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധത അവിടെ ഒട്ടാകെ പരത്തുകയും ചെയ്തു. ഷേഖ് ഹസീനയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഷേഖ് ഹസീന ഇന്ത്യയുടെ പാവയായിരുന്നുവെന്നും ഷേഖ് ഹസീന ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനെ ഭരിക്കുകയായിരുന്നുവെന്നും ഷേഖ് ഹസീന ഇന്ത്യക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്, വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹസീന ഇന്ത്യ റിലേഷനെ അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് കൂടുതൽ ഇന്ത്യ വിരുദ്ധത സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഷേഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുക കൂടി ചെയ്തപ്പോൾ അത് ഈ ഒരു ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെ ഈ പല ഗ്രൂപ്പുകളും, അത് യൂനിസിനെ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളായിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളായിക്കോട്ടെ, അവർ ഇന്ത്യയെ ഒരു ശത്രുസ്ഥാനത്ത് നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് അവിടെ വഹിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ കൂടി ശത്രുവായിട്ട് ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വശത്ത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമുണ്ട് എന്ന് കൂടി നമ്മൾ കാണണം. ബംഗ്ലാദേശ് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും വലിയ പൊട്ടത്തരമാണ് ചെയ്തത് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഓൾറെഡി ട്രംപിനെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. നേരത്തെ തന്നെ ട്രംപിന് ഈ ബംഗ്ലാദേശിനോടും യൂനിസിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ കൂടെ ചൊറിഞ്ഞതിലൂടെ അമേരിക്കയെ കൂടി, വിശേഷിച്ച് ട്രംപിനെയും ഡെമോക്രാറ്റുകളെയും കൂടി ഇവിടെ ഒരർത്ഥത്തിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ മുഹമ്മദ് യൂനിസ് സർക്കാർ ശത്രുക്കളായിട്ട് നിർത്തിയിരിക്കുകയാണ്.
എന്തായാലും ബംഗ്ലാദേശ് ഇതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇന്ത്യയെ പിണക്കുക, ഇസ്രയേലിനെ പിണക്കുക, അമേരിക്കയെ പിണക്കുക, ഇതൊന്നും ബംഗ്ലാദേശിനെ പോലൊരു രാജ്യത്തിന് ഒരു തരത്തിലും, ഇപ്പോൾ കുറച്ച് പേര് ബംഗ്ലാദേശികൾ കൈയടിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു തരത്തിലും ഇത് ബംഗ്ലാദേശിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. മറിച്ച് ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണി ഇത് ഉണ്ടാക്കും ഭാവിയിൽ. ഏത് തരത്തിൽ ഇത് കൂടുതൽ ഇനിയിപ്പോൾ ഈ ഒരു വിഷയം മുന്നോട്ട് പോകുമെന്നുള്ളത് വൈകാതെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ബംഗ്ലാദേശിനെ മുട്ടുകുത്തിക്കാതെ ഇന്ത്യ ഈ ഒരു റിലേഷൻ, ആ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പഴയപടി ആകാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. എങ്ങനെ മാലിദ്വീപ് ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കിയോ അതുപോലെ മുട്ടുമടക്കുകയല്ലാതെ ബംഗ്ലാദേശിന്റെ മുമ്പിൽ ഒരു ഒരു ചോയ്സും ഇല്ല വേറെ. ഇപ്പൊ അവർ ഈ കാണിക്കുന്നതൊക്കെ തന്നെ അവരെന്തോ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നെ മുഹമ്മദ് യൂനുസ് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാവി, അവരുടെ എക്കണോമി, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കുന്ന പ്രവൃത്തിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ കൂടി ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഇന്ത്യയുടെ ടീം വലുതാക്കിക്കൊണ്ടിരിക്കുക കൂടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ ഇസ്രയേൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പല മേഖലയിലും സഹകരിക്കാൻ സാധ്യതയുണ്ട്, ഇന്റലിജൻസ് വിഭാഗത്തിലടക്കം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.